കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂലത്തറയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ജെയിൻ രാജു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അവിടെ നിന്ന് ജെയിൻ, ഈ മരം റോഡിൽ നിന്ന് പൂർണ്ണമായി മുറിച്ചു മാറ്റിയോ? ആര്യ, മരം റോഡിൽ നിന്ന് പൂർണ്ണമായും മുറിച്ചു മാറ്റി. പക്ഷേ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിലും ഈ രണ്ട് പ്രധാനപ്പെട്ട ദേശീയപാതകളാണ് ഇടുക്കി ജില്ലയിലൂടെ കടന്നു പോകുന്നത്. ഈ രണ്ട് പാതകളിലും തുടർച്ചയായി ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. കാരണം പലയിടത്തും മരം ഒടിഞ്ഞ് റോഡിലേക്ക് വീഴുന്നുണ്ട്. അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലുമുണ്ട്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായും ദേശീയപാതകൾ വഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഇട റോഡുകളിലും സമാനമായ സാഹചര്യം തന്നെയാണ്. മരം വീണാണ് കൂടുതൽ ഗതാഗത തടസ്സം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ മരം വീണ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട അവസ്ഥകളുമുണ്ട്. ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിൽ വ്യാപകമായ ഇത്തരത്തിൽ വൈദ്യുതി കഴിഞ്ഞ 3 ദിവസമായി എത്താത്ത സ്ഥലങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അത് പുനഃസ്ഥാപിക്കാൻ ഇനി ദിവസങ്ങൾ വേണ്ടിവരും. എന്തായാലും മഴ അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇടവിട്ട ചില സമയങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് മഴ കുറവാണ്. ഇന്ന് മഞ്ഞ മുന്നറിയിപ്പാണ് ജില്ലയിൽ ഉള്ളത്. പക്ഷേ ജാഗ്രത തുടരേണ്ട സമയമാണ്. ഡാമുകളിലേക്കൊക്കെ ഉള്ള നീരൊഴുക്ക് അതിശക്തമാണ്. മലങ്കര ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. തൊടുപുഴയാറിന്റെയും മൂവാറ്റുപുഴയാറിന്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആര്യ, ശരി, ജെയിൻ രാജുവാണ് വിവരങ്ങൾ നൽകിയത്. ജെയിൻ പറഞ്ഞത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഇന്ന് അല്പം മഴ മാറി നിൽക്കുന്നുണ്ട് എന്ന് കരുതി ജാഗ്രതയിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും പാടില്ല.